ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അകലാട് മുതൽ മണത്തല പള്ളി വരെയുള്ള ഭാഗങ്ങളാണ്. ഈ കാണുന്നത് അകലാട് ഭാഗമാണ്. ഇവിടെ സർവീസ് റോഡുകളുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലും സർവീസ് റോഡുകളുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഫൈനൽ ടാറിങ്ങും ഇലക്ട്രിക് പോളിൻ്റെ വർക്കും ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങ് ദൂരെ കാണുന്നത് നമ്മുടെ ആറിവാളുകളാണ്. ആറിവാളിൻ്റെ വർക്കുകൾ ഈ ഭാഗങ്ങളിൽ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. VUP ആണ് ഈ കാണുന്നത്. അകലാട് VUP ആണ്. VUP നമ്മൾ കഴിഞ്ഞു. VUP കഴിഞ്ഞു. ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് VUPയുടെ വർക്കുകളാണ്. ഈ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. എന്തായാലും ഈ അകലാട് ഭാഗങ്ങളിലൊരു 3/4 ഭാഗം വർക്ക് കഴിഞ്ഞെന്ന് പറയാം. VUPകളുടെ ഇനിയും രണ്ട് സൈഡിലും ആറി പാനൽ വെച്ച് മണ്ണ് നിറയ്ക്കുന്ന വർക്കുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അകലാട് കഴിഞ്ഞു. ഇനി നമ്മൾ എടക്കഴിയൂർ ഭാഗത്തേക്കാണ് കിടക്കുന്നത്. എടക്കഴിയൂർ ഭാഗങ്ങളിലെ സർവീസ് റോഡുകളുടെ വർക്കുകൾ നടക്കുന്നുണ്ട്. അവിടുത്തെ ഇടതുവശത്തെ സർവീസ് റോഡ് പൂർത്തിയായിട്ടുണ്ട്. വലതുവശത്ത് കുറച്ച് ഭാഗങ്ങളുടെ സർവീസ് റോഡുകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ കാണുന്നത് പള്ളിയാണ്. എടക്കഴിയൂർ ഭാഗങ്ങളിലെ VUPയുടെ വർക്കുകൾ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. VUPയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. VUP വർക്കുകൾക്ക് വളരെ സ്ലോ ആണ്. VUP കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള റോഡുകൾ സാധാരണ രീതിയിൽ ഉള്ള റോഡുകളാണ്. എല്ലാ സ്ഥലങ്ങളിലും VUPയുടെ വർക്കുകൾ വളരെ സ്ലോയിലാണ് നടക്കുന്നത്. കാരണം മറ്റൊന്നല്ല, അതിൽ മണ്ണിട്ട് നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ VUPയുടെ ബേസ്, അതായത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബൗണ്ടറി കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ഈ ബൗണ്ടറി കെട്ടിത്തിരിച്ചാൽ തന്നെ അതിൻ്റെ 3/4 ഭാഗം വർക്ക് കഴിഞ്ഞെന്ന് നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ഈ ബൗണ്ടറിക്കുള്ളിൽ മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ ഒരുവിധം വർക്കുകളെല്ലാം കഴിയും. ഈ കാണുന്നത് എടക്കഴിയൂർ പള്ളിയാണ്. അങ്ങനെ എടക്കഴിയൂർ പള്ളി പിന്നിട്ടു. അപ്പോൾ ഇനി കാണുന്നത് സർവീസ് റോഡാണ്. സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഈ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ റോഡും കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ടാറിങ് കഴിഞ്ഞിട്ടില്ല. ഇനി പോളുകൾ വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എടക്കഴിയൂർ പിന്നിട്ടിട്ട് ഇനി കാണാൻ പോകുന്നത് നമ്മൾ തിരുവത്ര ഏരിയയിലേക്കാണ്. തിരുവത്ര ഏരിയയിൽ റൈറ്റ് സൈഡിൽ കാണുന്ന HP പെട്രോൾ പമ്പാണ് അങ്ങ് ദൂരെ കാണുന്നത്. തിരുവത്ര ഏരിയയിൽ വർക്കുകളെല്ലാവരും ഒരുവിധം പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മൾ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിരുവത്രയുടെ ഒരു VUP ആണ് ഈ കാണുന്നത്. VUPയുടെ അവിടെ വർക്കുകൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബൗണ്ടറി എല്ലാം കെട്ടിത്തിരിച്ചിട്ട് മണ്ണ് ഇട്ടിട്ടുണ്ട്. തിരുവത്ര ഏരിയയിലെ VUPയിൽ രണ്ട് VUPകളിലും വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ തിരുവത്രയിൽ താഴത്തെ VUP ആണ് കാണുന്നത്. ഈ VUPയുടെ രണ്ട് സൈഡുകളിലും മണ്ണിട്ട് നിറയ്ക്കുന്നത് കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ VUP പിന്നിട്ടു. VUP പിന്നിട്ടപ്പോൾ ഇനി സാധാരണ റോഡിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ കാണുന്ന റോഡിൻ്റെ രണ്ട് സൈഡിലും ഉള്ള സർവീസ് റോഡുകളുടെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് തിരുവത്ര ഏരിയ ആണ്. തിരുവത്ര ഏരിയയിൽ നല്ല രീതിയിൽ വർക്ക് നടന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഡിവൈഡറിൻ്റെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് നമുക്ക് കമ്പി കെട്ടിയിരിക്കുന്നത് കാണാം. അതിൻ്റെ വർക്ക് കുറച്ച് പെൻഡിങ് നിൽക്കുന്നുണ്ട്. ഈ ഏരിയയിൽ ഇലക്ട്രിക് വർക്കുകൾ കുറച്ച് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഷട്ട് ഡൗൺ ആയിരുന്നു. ഷട്ട് ഡൗണിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് വർക്ക് ടീം അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളാണ് ഇടതുവശത്ത് കാണുന്നത്. പിന്നെ കുറച്ച് കാനയുടെ വർക്കും പെൻഡിങ് ഉണ്ടായിരുന്നു. പൈപ്പ് ലൈൻ്റെ വർക്കും പെൻഡിങ് ഉണ്ടായിരുന്നു. ആ വർക്കുകളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ തിരുവത്ര രണ്ടാമത്തെ VUP എത്തി. രണ്ടാമത്തെ VUPയുടെ ഒരുവിധം വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ VUPയുടെ ഹൈറ്റ് കണ്ടാൽ അറിയാം അതിൻ്റെ വർക്കിൻ്റെ പുരോഗതി എത്രത്തോളമാണെന്ന്. ഇത് തിരുവത്ര നമ്മുടെ ശിവക്ഷേത്രത്തിന് അടുത്തുള്ള VUP ആണ്. അതിൻ്റെ ഒരു മറുഭാഗത്തുള്ള അതിൻ്റെ വർക്കുകൾ VUPയുടെ കുറച്ച് സ്ലോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടതുവശത്ത് തന്നെയാണ് ശിവക്ഷേത്രം. ഈ കാണുന്ന ശിവക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടാണ്. ഇവിടെ അയ്യപ്പ ഭക്തന്മാർ വന്ന ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. വളരെ വിശാലമായൊരു ഗ്രൗണ്ടാണിത്. അപ്പോൾ അങ്ങനെ ഈ ഭാഗത്തുള്ള VUPയുടെ വർക്ക് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ആറിവാളുകൾ അത്യാവശ്യം നല്ല ഹൈറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ആറിവാളും കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള വാട്ടർ ടാങ്കിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വാട്ടർ ടാങ്ക് പിന്നിട്ട് നമ്മൾ കാണുന്നത് ശിവാലയ കമ്പനിയുടെ അതൊരു വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പിൻ്റെ സൈഡിൽ ഒരുപാട് വണ്ടികൾ കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികളോട് പാർക്ക് ചെയ്ത് കാണാം. ഇവിടെ ശിവാലയുടെ പാർക്കിങ്ങും പിന്നെ അവരുടെ വണ്ടികൾ പണിയുന്ന സ്ഥലവും ഉള്ളത് കൊണ്ടായിരിക്കാം ഇവിടെ വർക്കുകൾ വളരെ ലാസ്റ്റത്തേക്കാണ് വെച്ചിട്ടുള്ളത്. ആ കാണുന്ന KSEB ഓഫീസാണ്. അങ്ങനെ നമ്മൾ മണത്തല പള്ളി എത്തി. റൈറ്റ് സൈഡിലാണ് മണത്തല പള്ളി. ഇവിടെ ഒരു മെയിൻ VUPയുടെ വരുന്നുണ്ട്.
VUPയുടെ വർക്ക് ഇവിടെ വളരെ സ്ലോയിലാണ്, മണ്ണെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട്. VUPയുടെ വർക്ക് ഈ ഏരിയയിൽ വളരെ സ്ലോവിലാണ് നടക്കുന്നത്. അതിൻ്റെ ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്, എന്നിരുന്നാലും വർക്ക് വളരെ സ്ലോ ആണ്. ഈ VUPയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു പോകുമ്പോഴാണ് ചാവക്കാട് റോഡ്. ഈ VUPയിൽ നിന്നും നേരെ നമ്മൾ പോകുന്നത് ബൈപ്പാസിലേക്കാണ്. VUP ഈ കാണുന്നതാണ് VUP. ഈ VUPയുടെ നേരെ കാണുന്നതാണ് ചാവക്കാട്. അങ്ങനെ ഈ നേരെ കാണുന്നതാണ് ചാവക്കാട് റോഡ്. ഈ ഭാഗങ്ങളിൽ വർക്കിൻ്റെ സ്പീഡ് കുറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ ഒരുപാട് പൈപ്പ് ലൈനുകളുണ്ട്, പൈപ്പ് ഡൈവർഷൻ വരുന്നുണ്ട്. അപ്പോൾ പൈപ്പുകളുടെ എല്ലാം ഡൈവർഷൻ ശരിയായ രീതിയിലുള്ള പുതിയ ലൈനുകളിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ഇവിടെ വർക്കുകൾ സ്പീഡാവുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ബൈ.